യെസ്, സി ബി എസ് സിയുടെ മാത്ത് ബോർഡ് എക്സാം ഈ വർഷം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ബേസിക് പേപ്പറിൻ്റെയും സ്റ്റാൻഡേർഡ് പേപ്പറിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടൈം കൺസ്യൂമിങ്ങും ആയിരുന്നു. യെസ്, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ബട്ട് ഹിയർ ഇസ് എ ബിഗർ ക്വസ്റ്റ്യൻ. കുട്ടികൾ ശരിക്കും എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്തത്, അതോ സബ്ജക്റ്റ് മാത്രമാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്? കാരണം എക്സാം സ്ട്രെസ്സിനൊരു വലിയ കോൺട്രിബ്യൂട്ടറാണ് ദ ഫിയർ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്ര മാർക്സിന് വരും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെ വരുന്നെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എക്സാം എഴുതിയ ഇത്രയും കുട്ടികളിൽ എത്ര പേർക്ക് ഈ എക്സാമിൻ്റെ ബ്ലൂ പ്രിൻറ്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ഓരോ സെക്ഷനും എത്ര ടൈമാണ് അലോട്ട് ചെയ്തേക്കുന്നതെന്നുള്ളതിനെ പറ്റി അവർ മൈൻഡ്ഫുള്ളായിരുന്നു? അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് തിരിച്ച് റിട്ടേൺ ചെയ്ത് റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഇതിൽ എത്ര പേർക്ക് ഉണ്ടായിരുന്നു? കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആവുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോണ്ടന്റ്, ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ദ സ്ട്രാറ്റജി ആൻഡ് ഓൾസോ ദ റൈറ്റ് മൈൻഡ് സെറ്റ്. അപ്പം പ്രിപ്പയറിംഗ് ഫോർ ദ സബ്ജക്റ്റ് ഇസ് വൺ തിങ്, പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ഇസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. അപ്പം നമുക്ക് മാർക്സ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്.